Hi, hi everyone. Happy morning. I am Fatima Bai. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് ഫോർഗീവ്നെസ് എന്നതാണ്. ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്ന രണ്ട് ആറ്റിറ്റ്യൂഡുകളിൽ ഒന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡാണ്. രണ്ടാമതായി പറയുന്നത് ഫോർഗീവ്നെസ്സും. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നന്ദി അർപ്പിക്കലാണ്. ദൈവം നമുക്കായി ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാലും നാം പറയുന്നത് എന്താണ്? എനിക്ക് അങ്ങനെ സാധിച്ചില്ല, അവർക്കൊക്കെ അതൊക്കെ കഴിയുന്നുണ്ടല്ലോ, എനിക്കതിന് പറ്റുന്നില്ല എന്നൊക്കെ. തിരിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മളെക്കുറിച്ച് പൂർണ്ണ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നത്. ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇന്നൊരു സുപ്രഭാതം നമുക്കായി ഒരുക്കി തന്നത് പോലും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ നാം ഓരോരുത്തരും നമ്മളുടേതായ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രത്തോളം എന്നും അതിന് നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാവും. നന്ദിയുള്ളവരാകുക എന്നത് വിനയത്തെ സൂചിപ്പിക്കുന്നു. അത് നമ്മളെ വളർത്താൻ സഹായിക്കും. രണ്ടാമതായി പറയുന്നത് ഫൊർഗീവ്നെസ് ആണ്. സ്നേഹം മാത്രമല്ല വേണ്ടപ്പെട്ടവർ നമുക്ക് സമ്മാനിക്കുന്നത്, വേദനകളും നൽകാറുണ്ട്. വാക്കുകൾ കൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ മായാത്ത മുറിവുകൾ സൃഷ്ടിക്കാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി. പ്രിയപ്പെട്ടവർ നമുക്കായി സമ്മാനിക്കുന്ന അത്തരം അനുഭവങ്ങളോട്, അതല്ലെങ്കിൽ അത്തരം ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ? അതിലേക്ക് വരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ അതുമല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കിടയിലോ ഒക്കെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാം വിചാരിക്കും നമ്മുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടത് എന്ന്. പ്രശ്നങ്ങൾ മാത്രമേ അവിടെ പരിഹരിക്കപ്പെടുന്നുള്ളൂ. മനസ്സിനേൽക്കുന്ന മുറിവുകൾ അതവിടെ മായാതെ നിലനിൽക്കുന്നുണ്ട്. ക്ഷമിക്കുക എന്നതിനെ സഹിക്കുക എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സഹിക്കുക എന്നാൽ വൈകാരിക അസ്വസ്ഥതകളെ അതുമല്ലെങ്കിൽ വൈകാരിക പ്രതികരണങ്ങളെ അടിച്ചമർത്തലാണ്. എന്നാൽ ക്ഷമ എന്നത് അങ്ങനെയല്ല, അത് കഴുകിക്കളയലാണ്. വൈകാരിക താളം തെറ്റലുകളെ കഴുകിക്കളയുക തന്നെ ചെയ്യണം. പുറത്തു കൊടുക്കാതെ നാം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, പക എന്നിവ, ഗിൽറ്റി ഫീൽ, അതുപോലെ തന്നെ റിഗ്രറ്റ്, ഷെയിം എന്ന തോന്നലുകൾ നമ്മളിൽ ഉണ്ടാക്കുകയും നമ്മളെ മനസ്സിനെ അത് സങ്കുചിതമാക്കുകയും ചെയ്യും. പതിയെ പതിയെ നാം ചിരിക്കാൻ മറന്നുപോകും. ആഴത്തിലുള്ള മുറിവുകളുടെ മുൾവേലികളിൽ നിന്ന് പുറത്തു കടക്കാൻ ഉള്ള ഏക വഴി ഫൊർഗീവ്നെസ് അഥവാ പുറത്തു കൊടുക്കലാണ്. ഏതൊരു വസ്തുവും അത് അർഹിക്കുന്നവർക്കുള്ളതാണ് എന്ന് നാം കൊടുക്കാറുള്ളത്. എന്നാൽ അർഹിക്കാത്തവർക്ക് കൊടുക്കുമ്പോൾ മഹത്വമേറുന്ന ഏക കാര്യം ഫൊർഗീവ്നെസ്, പുറത്തു കൊടുക്കുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക എന്നതാണ്. ഫൊർഗീവ്നെസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ചാരിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഖുർആനിൽ ഒരു വചനമുണ്ട്, അതിപ്രകാരമാണ്: ഇന്നല്ലാഹ മഅസ്വാബിരീൻ. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് ദൈവം, അല്ലാഹു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ക്ഷമിക്കുക എന്നത് ദൈവികമായ ഒരു കഴിവാണ്. ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ്. ഫൊർഗീവ് എന്നാൽ മാപ്പ് കൊടുക്കലാണ്. എങ്ങനെയാണ് മാപ്പ് കൊടുക്കുക? മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുക. എന്നിട്ടോ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? ആ ഓർമ്മകളെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക. എങ്കിൽ മാത്രമാണ് നാം പൂർണ്ണമായി വിമുക്തയായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മാനസിക ആരോഗ്യം നിലനിർത്താനും ഉൾക്കരുത്ത് നേടാനും മനോധൈര്യം സംഭരിച്ച് മുന്നോട്ട് നയിക്കാനും നമുക്ക് ഇതുവഴി സാധിക്കും. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും നാം മറ്റുള്ളവരെ നോക്കി അതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. നാം നമ്മുടെ ഫൊർഗീവ് ചെയ്യാതെ നമ്മുടെ മനസ്സിലേക്ക് ഭാരങ്ങൾ കൂട്ടുന്നത് കൊണ്ട് അലർജി സംബന്ധമായ രോഗങ്ങളും ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്തിനാണ് നാം ഒരു രോഗിയായി മരിക്കാൻ തയ്യാറാവുന്നത്? പകരം വിട്ടുവീഴ്ച ചെയ്ത് ബോഡിയെ ലൈറ്റ് വെയിറ്റ് ആയ അവസ്ഥയിൽ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഫൊർഗീവ്നെസ് എന്നത്
ആർക്കും അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവരെന്നോട് അങ്ങനെ ചെയ്തു, പക്ഷെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇതേ സംഭവം പിന്നീടും അയാളിൽ നിന്ന് ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നാം പറയുന്നത് എന്താണ്? അന്ന് ഞാൻ ക്ഷമിച്ചു, ഇന്ന് എനിക്കതിന് സാധിക്കില്ല. അതിനർത്ഥം നാം അന്ന് ക്ഷമിച്ചത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ ഹീൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഫോർഗീവ്നെസ്സിലൂടെ നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. എങ്ങനെ അത് സാധ്യമാകും? വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അതിന്റെ ആ റൂട്ട് വേരുകൾ നമ്മളിൽ നിന്ന് ഒഴിവാകുന്നില്ല. അതിനായി നാം ചെയ്യുന്ന 2-3 പൊടിക്കൈകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേതായി, ഫോർഗീവ്നെസ് ചെയ്യാനായിട്ട്, പുറത്തു കൊടുക്കാനായിട്ട് ഉള്ള വ്യക്തികളുടെ പേര്, അതായത് നമ്മളെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച, നമ്മളെ വല്ലാതെ അസ്വസ്ഥത ആക്കിയ അനുഭവങ്ങൾ ഉണ്ടാകും. ആ വ്യക്തികളെ നമ്മൾ ഓർത്തെടുക്കുക. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത് ഹീൽ ചെയ്ത് നമ്മളെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യമായി നാം ചെയ്യേണ്ടത്, നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ട വ്യക്തികളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിൽ നിന്ന് ഏറ്റവും കൂടിയ നമുക്ക് തിക്ത അനുഭവം ലഭിച്ച ആ വ്യക്തി, സമ്മാനിച്ച ആ വ്യക്തിയെ ഓർക്കുക. ഏകാന്തമായിരുന്നു കൊണ്ട് ആ വ്യക്തി നമുക്ക് സമ്മാനിച്ച ആ ദുരനുഭവങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു പക്ഷേ കരച്ചിൽ വന്നേക്കാം, വിഷമം കൂടിയേക്കാം. ആയിക്കോട്ടെ, നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ്. നിങ്ങൾ എന്നെ പല വിധത്തിലും ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിനെ വല്ലാതെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് വേണ്ടി ഞാൻ പുറത്തു തന്നിരിക്കുന്നു. വിശാലതയുടെ ലോകം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഒരു ദിവസം ചെയ്തത് കൊണ്ട് മാത്രം അത് പൂർണ്ണമായി നമ്മിൽ നിന്ന് ഒഴിവാകുന്നില്ല. ആവർത്തിച്ച് ചെയ്യുക. അപ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയും, നമുക്ക് ആദ്യമുണ്ടായിരുന്ന ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം നാം വിജയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ അവര് തന്നെ നമ്മളോട് വന്ന് മാപ്പ് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാം. ഇത് നമുക്ക് നൽകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു തവണയെങ്കിലും ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ പുറത്തു കൊടുക്കാൻ നമ്മൾ മുന്നിട്ട് വന്നാൽ, ആ മാധുര്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആരോടും വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരാൾ ചെറിയ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. കടലിനെ ലക്ഷ്യമാക്കി അയാളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. മഴയും കാറ്റും വരുന്നുണ്ട്. മഴയെയോ കാറ്റിനെയോ തടുത്തു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷേ മഴയെയും കാറ്റിനെയും അതിജീവിച്ച് ആ വഴികളെ നിയന്ത്രിക്കാൻ, ആ തോണിയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഈ തോണിയാണ് നമ്മുടെ ജീവിതം. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ തോണിക്കാരനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വിചാരിക്കുക നമുക്ക് മുന്നേറാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കാറ്റും മഴയും ഇരുണ്ടു മൂടാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ തോണി മറയാതിരിക്കട്ടെ. മറിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് നീന്തി കയറാൻ സാധിക്കും. എങ്ങനെയെന്നാൽ, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിലൂടെ, നമ്മുടെ ലെറ്റ് ഗോ മെഡിറ്റേഷനിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, സെൽഫ് ലവ് എന്ന വിശാലമായ ലോകം ഞാൻ കാണുന്നത് വിമൻ എംപവർമെന്റ് വിത്ത് EFT എന്ന കോഴ്സിലൂടെയാണ്. ആ മിറാക്കിൾ വേൾഡിലൂടെ സഞ്ചരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ബിനീഷ മാമും ഷിഹാബ് സാറും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് തൻസി മാമുമാണ്. അവർക്കെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ഈ സുദിനം എനിക്കായി സമ്മാനിച്ച എന്റെ രക്ഷിതാവിന്, എന്റേത് മാത്രമാക്കി തീർത്ത എന്റെ രക്ഷിതാവിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും നല്ല നാളുകൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ.